സിജോ വി ജോൺ വീണ്ടും ചേർന്നു. സിജോ, എങ്ങനെ പ്രതിഷേധം തുടരാനാണ് ഇടതുപക്ഷം തീരുമാനിക്കുന്നത്? ശക്തമായ പ്രതിഷേധം തുടരാൻ വേണ്ടിയാണ് തീരുമാനം. എന്തായാലും ഈ ആരോപണം വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിലുള്ള വീട്ടിൽ നിന്ന് ഇതുവരെയും കാര്യമായി പുറത്തിറങ്ങിയിട്ടില്ല. മറ്റ് പൊതുപരിപാടികൾ വന്നിട്ടില്ല. ഇതൊക്കെ തിരുവനന്തപുരത്ത് സർക്കാരിൻ്റെ ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അത്തരം പരിപാടികളിലോട്ടൊന്നും വന്നിട്ടില്ല. ദയവായി വരരുത് എന്നുള്ളൊരു കാര്യമാണ് മന്ത്രി ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നത്. അത്തരത്തിൽ വലിയൊരു സമ്മർദ്ദമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം തന്നെയാണ് CPM-ന്റെയും സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അധിക നാൾ ഇതൊന്ന് കെട്ടടങ്ങുന്നതും വരെ രാഹുൽ മണ്ഡലത്തിലേക്ക് ഉണ്ടാവും തോന്നുന്നില്ല. എന്തായാലും മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാർ കൈവിട്ടുവെങ്കിലും അങ്ങ് കൈവിട്ടു എന്ന് പറയുന്നെങ്കിൽ പോലും രാഹുലിന് എന്തായാലും മണ്ഡലത്തിൽ എത്താതിരിക്കാൻ പറ്റത്തില്ല. കാരണം കുറച്ചുനാൾ കൂടിയെങ്കിലും MLA ആയി തന്നെ അവിടെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിനകം ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി പ്രത്യേകിച്ച് പുതിയ തെളിവുകളൊന്നും വന്നില്ല, പരാതികളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഈ ഡാമേജ് ഒന്ന് പരിഹരിക്ക് കടന്നു പോരാ എന്നുള്ളതാണ്. പക്ഷേ പരിപാടികളൊക്കെ പങ്കെടുക്കുമ്പോഴത്തേക്കും ശക്തമായ പ്രതിഷേധം സ്വാഭാവികമായും CPM-ന്റെയും മറ്റ് ഇടത് പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അത്ര സംശയമില്ല. കാരണം സർക്കാർ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലായി നിൽക്കുന്ന സമയത്താണ് ഒരു വീണ് കിട്ടിയ ഒരു ആയുധം പോലെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുന്നത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പല തെളിവുകളും വരുന്നു. വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം അതൊരു ധാർമ്മികതയായ ഒരു പ്രശ്നം പറയുമ്പോൾ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ടതും ഒക്കെ ഉള്ളൊരു വിഷയം തന്നെയാണ്. അതൊരു വളരെ കറക്റ്റായി തന്നെ ആ വിഷയം ഇടതുപക്ഷം CPM അത് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തെരുവുകളിൽ ഈ പറയുന്നത് പോലെ രാഹുലിനെ നേരിടും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പാലക്കാട്ടേക്ക് തീരുമാനമുണ്ടോ? കാരണം പാലക്കാട് മണ്ഡലം എന്ന് പറയുമ്പോൾ വെറുതെ BJP-ക്ക് ഒരു സീറ്റ് കൊടുക്കണോ എന്നുള്ളൊരു ചിന്ത കോൺഗ്രസിന് പോയതുപോലെ തന്നെ LDF-നും പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമല്ലേ അത്? ഒന്നും വിളിച്ചു. പാലക്കാടത്തെ ഒരു സാഹചര്യം വെച്ച് ഇപ്പോഴത്തെ രാജി ആവശ്യം ശക്തമാക്കുക, ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ രാജിവെച്ചേ പറ്റൂ എന്നൊരു തീരുമാനമാണോ മുഴുവൻ ആളുകൾക്കും LDF-ൽ ഉള്ളത് എന്നുള്ളതാണ്. കാരണം ആ മണ്ഡലത്തെക്കുറിച്ച് അറിയാം. അവിടെ നിലവിലെ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ആരായിരിക്കും സഭയിലേക്ക് എത്തുക എന്നുള്ളതിൽ ഏതാണ്ടൊരു ധാരണ LDF-നും ഉണ്ടാവുമല്ലോ. LDF വളരെ കോൺഫിഡൻസോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സാധ്യതയുണ്ട്. BJP-ക്ക് ശക്തമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിലും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരികെ കയറി പോരാന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം കോൺഗ്രസ് അത് അത്രയും BJP ശക്തമാണെന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിനും മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താവും എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. അതുകൊണ്ട് ആ ഒരു മേൽക്കൈ LDF-ന് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കണക്കുകൂട്ടുകയും ചെയ്യുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് വന്നാൽ ഞങ്ങൾ നേരിടും എന്ന് പറയുന്നു. അതിൽ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. പല നേതാക്കൾക്കിടയിലും പലതരത്തിലുള്ള അഭിപ്രായമാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമായിട്ട് എടുത്തിടുന്നത് നമുക്കറിയാം. തുടക്കം മുതലേ ആദ്യ ദിവസം മുതൽ തന്നെ അവർ എടുത്തിടുന്നത് CPM-നകത്തുള്ള നേതാക്കൾ അല്ലെങ്കിൽ MLA-മാർ, മന്ത്രിമാർ ഇവർക്കെതിരെ ഒക്കെ ആരോപണം വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞായിരുന്നു പ്രതിരോധം. അത് തന്നെ ഇവരിപ്പോൾ തിരിച്ച് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ ഇപ്പൊ നേരത്തെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതുപോലെ ആ തരത്തിൽ ഏത് തരത്തിലാണ് അതിനെ പ്രതിരോധിക്കുന്നത്? കാരണം ഇവരും അങ്ങനെ ഒരുപാട് പേരെ വെച്ചിട്ടുണ്ടല്ലോ. അത് ശരിയാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ മുകേഷോ അല്ലെങ്കിൽ മറ്റ് CPM നേതാക്കൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ, അത്തരം ആരോപണങ്ങളൊക്കെയാണ് വന്നിരുന്നത്. പക്ഷെ അതിനേക്കാൾ വളരെ ഗൗരവമുള്ളൊരു പരാതിയാണ് അല്ലെങ്കിൽ ഒരു ആരോപണമാണ് വന്നിരിക്കുന്നത്. അത് ആരോപണം എന്ന് മാത്രമല്ല, ഈ ഗർഭചിത്രം നടത്തണം എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹൂ കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഒരു ഹൂ കേഴ്സ് എന്ന് പേര് വെളിപ്പെട്ട് വരുന്നില്ല എങ്കിൽ പോലും ഹൂ കേഴ്സ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി പരോക്ഷമായാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം, അത് നേരിട്ട് തന്നെ രാഹുലിനോട് ആക്രമണം വരുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെയേറെ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും പല പരാതികൾ വരുമ്പോൾ അത്രയും അതിനേക്കാൾ അധികം ഗൗരവമുണ്ട് ഇതിന് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ, ആക്ഷേപങ്ങളും ആരോപണങ്ങൾ വരുന്നു. അതൊന്നല്ല, രണ്ടല്ല, അതിനേക്കാൾ കൂടുതൽ വരുന്നു. പല ആളുകളും ഇനി രംഗത്ത് വരും എന്നുള്ളൊരു ആക്ഷേപങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ മറ്റ് കേസുകളേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇതുണ്ട്. അതുകൊണ്ട് ധാർമ്മികമായി ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് രാജിവെച്ച് പോവുക എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും CPM ഇങ്ങനെ ആവശ്യപ്പെടുന്ന കാര്യത്തിൽ തിരിച്ചൊരു കൗണ്ടർ തന്നെ ചോദിച്ചതുപോലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ ആരോപണം ഉയരുമ്പോൾ അത് വേണ്ട, രാജി ഇപ്പോൾ വേണ്ട എന്ന് പറയും, തിരിച്ച് രാജി ആവശ്യപ്പെടുകയും ചെയ്യുന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് അതിനേക്കാൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ വരുന്നു. അതിൻ്റെ ആ സംഭാഷണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ വളരെ വേഗം രാജിവെച്ച് പോകണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ അത് പ്രതിപക്ഷത്തിൻ്റെ CPM-ൻ്റെ ഒക്കെ ഇത്തരം ആവശ്യങ്ങൾ അവിടെ ഒരു
ഇത്ര ആവശ്യം എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ സ്ത്രീപീഡന കേസുകളിലൊക്കെ കുറ്റപത്രം കിട്ടിയ ആള് MLA ആയി തുടരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മറ്റു സ്ത്രീകൾ നൽകിയ പരാതികൾ നൽകിയ ആളുകൾ മന്ത്രിയായി തുടരുന്ന സാഹചര്യത്തിൽ ദുർബലമാകുന്നുണ്ട്. പക്ഷേ ഇതിന് രാഷ്ട്രീയമാണല്ലോ. പ്രത്യേകിച്ച് വീണ് കിട്ടിയ ഒരു അവസരം പരമാവധി അത്തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കത്ത് വിവാദമൊക്കെ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അവസരം വരുന്നത്, ആരോപണം വരുന്നത്. അത് വളരെ ഫലപ്രദമായി അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. വരുന്ന ദിവസങ്ങളിലും എന്തായാലും അതിന്റെ ശക്തമായ പ്രതിഷേധം കാണാം, പ്രക്ഷോഭം ഉണ്ടാവും. തെരുവിൽ തന്നെ രാഹുലിനെ നേരിടാൻ ഉറപ്പിച്ചു തന്നെയാണ് CPM-ഉം അതോടൊപ്പം തന്നെ DYFI, SFI എല്ലാം ഉള്ളത്. ശരി, സിജോ.